നമ്മുടെ ആദില, നൂറ, അനുമോള്, ശൈത്യ എന്നിവർ മിണ്ടിയിരുന്നല്ലോ. ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പം എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലേക്ക് കടന്നു. അവർ എന്താ പട്ടായയിൽ പോകുന്നുണ്ടെന്നോ പട്ടായയിലല്ല ആര്യനാട് വരുവാണെന്നുള്ള രീതിയിലൊക്കെ തമാശ കളിച്ചിട്ട് നേരെ നമ്മുടെ ശൈത്യയ്ക്കൊരു എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ ശൈത്യയുടെ കയ്യിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ നമ്മുടെ അനുമോള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ കൂടെ എന്നെ ചതിക്കില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളായിട്ട്, ഒരു ക്വാളിറ്റി തോന്നിയ ഒരാളായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത്. അങ്ങനെയാണ് ഞാൻ നിന്നെ എൻ്റെ ഫ്രണ്ട് ആക്കിയത്. പക്ഷേ നീ പല കാര്യങ്ങളും പുറത്ത് പറഞ്ഞു. അപ്പം ശൈത്യയ്ക്ക് എക്സ്പ്ലനേഷൻ വേണം എന്തുകൊണ്ട് കട്ടപ്പ എന്ന് വിളിച്ചതിന്. ഒന്നാമത്തെ കാരണം അനു പറഞ്ഞത്, കട്ടപ്പ എന്ന് ഞാൻ ഒരിക്കലും നിന്നെ നേരിട്ട് വിളിക്കാൻ വേണ്ടി വെച്ചതല്ല. അവരിങ്ങനെ കളിയാക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു നീ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന്. അപ്പം ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ്. ആ സമയത്ത് നീ വല്ലാതെ പൊട്ടിത്തെറിച്ച് പ്രതികരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. അതേപോലെ നീ എൻ്റെ അടുത്തുനിന്ന് പല സമയത്തും ഒഴിഞ്ഞ് മാറി എന്നിൽ നിന്നും അകന്ന് പോയ നിമിഷങ്ങളുണ്ടായിരുന്നു. വന്ന് കിടക്കുന്നത് പോലും എന്നോട് സംസാരിക്കാൻ വേണ്ടിയല്ല. ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഉറങ്ങാൻ പോകുന്നു. ഞാൻ എന്നാൽ എൻ്റെ കൂടെ എന്തിനാണ് വന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്നെ പെട്ടിയും കിടക്കി എടുത്ത് നീ പോയി. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കുറേ സാഹചര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു പ്രശ്നം മൊണ്ണ എന്ന് വിളിച്ച് ആണുങ്ങളെ മൊത്തം മൊണ്ണ എന്ന് വിളിച്ച് കളിയാക്കുന്ന ആ ഒരു പ്രശ്നം നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചതാണ്. അത് വ്യക്തമായിട്ട് എപ്പിസോഡ്സിലുണ്ട്. അന്നേരം ജിസേലിനെ കുറിച്ച് കുറ്റവും പറയുന്നുണ്ട്. പക്ഷേ ശൈത്യ ഇപ്പം അതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോടെല്ലാം നീ കൺവിൻസ് ചെയ്യാൻ പോയി. എന്നെ അന്നേരം തൊട്ട് നീ ഒഴിവാക്കാൻ തുടങ്ങി. നീയും എൻ്റെ കൂടെ ഇരുന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതേപോലെ എൻ്റെ എക്സ് ലവറിനെ കുറിച്ച് ആര്യൻ്റെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തു. ആര്യൻ എന്നെ കളിയാക്കാൻ തുടങ്ങി. അപ്പം നീയാണെന്ന് എനിക്ക് തോന്നി. ഞാനത് ആദിലോട് പറഞ്ഞു. ഉടനെ പൊട്ടിത്തെറിച്ച് നീ എന്നെ അടിക്കും, കാരണം അടിച്ച് പൊട്ടിക്കും എന്നൊരു വാക്കുമായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പം എനിക്ക് തിരിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, നീ ആയതുകൊണ്ട് ഞാൻ അവിടെ മൗനം പാലിക്കായിരുന്നു. അതേപോലെ ആര്യനും ഞാനും തമ്മിൽ ക്രഷ് ഉണ്ടെന്ന് നീ മറ്റുള്ളവരോട് പറഞ്ഞു പരത്തി. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതൊക്കെ ശൈത്യ സമ്മതിക്കുന്നുണ്ട്. ശൈത്യ പറഞ്ഞു സമ്മതിച്ചു. ശൈത്യ അങ്ങനെ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നി, അവിടെയുള്ള പലർക്കും തോന്നി. എടാ, ഒരു സ്വന്തം ഫ്രണ്ടാണെങ്കിൽ കൂട്ടുകാരിയാണെങ്കിൽ ആരെങ്കിലും ഒരാളെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലാടാ, അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കരുതെന്നല്ലേ. റിയൽ ആയിട്ടുള്ളൊരു ഫ്രണ്ടാണെങ്കിൽ പറയുക. പക്ഷെ ശൈത്യ എന്താ ചെയ്തത്? ശൈത്യ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽപ്പുണ്ട്. അവൾക്ക് ആര്യനോട് ക്രഷാണ്. ആ ആര്യനോട് ക്രഷുള്ള കാരണം ആര്യന് ജിസേലിനെയാണ് ഇഷ്ടം. ആ ഒരു കുശുമ്പാണ് ഇവർ തമ്മിൽ അടി ഉണ്ടാവാനുള്ള കാരണം എന്ന് വരെ പറഞ്ഞുണ്ടാക്കിയോളാ ഇവിടെ ഇരിക്കുന്നവൾ. ഇവൾ പറഞ്ഞു അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ ഞാനത് ആ രീതിയിലൊന്നും അല്ല പറഞ്ഞു. ഏത് രീതിയിൽ പറഞ്ഞാലും കൂടെ നിൽക്കുന്ന ആളെ ചതിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആ രീതിയിലല്ല ഈ രീതിയിലല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അനു ഇങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും പോയി പറയാറുണ്ടോ? അതേപോലെ എന്നോട് സരിക ചേച്ചിയൊക്കെ ചോദിച്ചു എന്താ ഞാൻ ആരോടും മിണ്ടാതെ നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പോയി മിണ്ടിയത് എന്നുള്ള രീതിയിലൊക്കെ അനുമോളുടെ അടുത്ത് ശൈത്യ പറയാണ്. അപ്പോൾ അനുമോൾ പറയാണ്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നത് കാരണം മറ്റുള്ളവർക്ക് വേറെ രീതിയിൽ എന്നെ കാണാൻ ഒരു അവസരമാണ് നീ ഉണ്ടാക്കി കൊടുത്തത്. ആര്യൻ അതിനുശേഷം എന്നെ ഒരുപാട് ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാൻ അവനോട് ക്രഷ് ഉണ്ടായിട്ട് ഞാൻ അവൻ്റെ കാലെ കൂടെ തോണ്ടി. ഇതൊക്കെ നിൻ്റെ വായിൽ നിന്ന് കേട്ട അറിവാണ്. അതായത് ആസ് എ ഫ്രണ്ട് നീ നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം നിനക്കറിയാം ഞാൻ നിൻ്റെ ഫ്രണ്ടാണെന്ന്, ഞാൻ നിന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും. അപ്പം നീ എൻ്റെ ഫ്രണ്ടായി നിന്നുകൊണ്ട് മറ്റുള്ളവരോട് ഇത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കാര്യമായിട്ടല്ലേ എടുക്കുള്ളൂ, അവരത് റിയൽ ആണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ശൈത്യയ്ക്ക് ആൻസർ ഒന്നുമില്ല. ഇതിപ്പം ലാലേട്ടൻ വന്ന് ചോദിച്ച സമയത്ത് ശൈത്യ പറഞ്ഞു അനുമോൾക്ക് ഒരു ആര്യനോട് ക്രഷാണെന്ന്. അത് കാരണം അനുമോൾ എന്തൊക്കെ കേട്ടു. ഇപ്പം തന്നെ ആര്യൻ പുറത്തിറങ്ങിയിട്ട് ആര്യനോട് ക്രഷ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ആര്യൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പി ആറിൻ്റെ കാര്യം ചോദിച്ചിട്ട് ആ ടൈമിലും അനുമോൾ പറയാണ്, എടി എനിക്ക് 15 ലക്ഷം രൂപയുടെ പി ആർ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 15 ലക്ഷം രൂപ ഒന്നും നോക്കാതെ എടുത്തു കൊടുക്കാൻ ഞാൻ ആരാ? ഒരു ഹോപ്പും ഇല്ല, ഒരു ഇതും ഇല്ലാണ്ട് ഒരു ബിഗ് ബോസിലോട്ട് കയറിയെന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ ആരെങ്കിലും എടുത്തു കൊടുക്കുമോ? അഥവാ കൊടുത്താൽ ഞാൻ നിന്നോട് അത് വിളിച്ച് പറയുമോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അപ്പം ശൈത്യ പറയണം നീ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാത്ത കാര്യങ്ങളുണ്ട്. പി ആർ ഉണ്ടെന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. 15 ലക്ഷം 15 ലക്ഷം വരെ ചോദിച്ചു. 15 ലക്ഷം അതിൽ കൂടുതലും ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പം നിൻ്റെ പി ആർ തന്നെയാണ് എൻ്റെ പി ആർ എന്ന് ശൈത്യ പറയുക. അപ്പം അനുമോൾ പറയേണ്ടി ആ ആൾ തന്നെയാണ് എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞത് നീ 15 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നും എൻ്റെ പി ആർ തന്നെയാണ് നിൻ്റെ പി ആർ ചെയ്യുന്നതെന്നും ഒക്കെ ആ ആളാണ് പറഞ്ഞത്. അപ്പോൾ അനുമോൾ ഓക്കെ നമുക്ക് നോക്കാം, പുറത്തിറങ്ങിയിട്ട് ആ ആളെ വിളിച്ച് നിർത്തി നമുക്ക് വീഡിയോയിൽ കൂടെ പറഞ്ഞു കൊടുക്കാം. അതേപോലെ എൻ്റെ അക്കൗണ്ട് കാണിച്ചു കൊടുക്കുന്നത് അത്ര ഫീസിബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. ബിക്കോസ് അനുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അയക്കണം എന്നൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ നേരിട്ട് കൊടുത്താലും മതിയല്ലോ. അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും അനു വിളിക്കുന്ന ദൈവത്തിനെ തൊട്ട് അനു അങ്ങ് സത്യം ചെയ്യാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. ശൈത്യ പറയാണ് നിൻ്റെ പി ആർ പറഞ്ഞിട്ടുണ്ട്, നീ കൊടുത്തിട്ടുണ്ടെന്ന്.
അനുവിൻ്റെ അടുത്ത് 16 ലക്ഷം രൂപ ചോദിച്ചു. അപ്പം അനുവിനത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അനുവിൻ്റെ മാത്രമല്ല വേറെ പലരുടെയും PR എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എടുത്തോളാൻ അനു പറഞ്ഞു. കാരണം എല്ലാവരുടെയും PR എടുത്തോട്ടെ, ഒരാളുടെ PR മാത്രം എന്തിനാ എടുക്കുന്നത്? കാരണം അത്രയും പൈസ കൊടുക്കാൻ അനുവിനില്ല. അങ്ങനെ എന്തായാലും പറഞ്ഞു വന്നപ്പോൾ 2 പേർക്കും PR ഉണ്ട്. പക്ഷെ അനു പുറത്തെല്ലാവരും പറയുന്ന പോലെ 15 ലക്ഷം രൂപ കൊടുത്തുള്ള വോട്ടെല്ലാം കൂടി ഇങ്ങനെ മേടിച്ച് വെക്കാനുള്ള PR ഒന്നും ആർക്കും ഇല്ല അവിടെ. എല്ലാവരും 1.5 ലക്ഷം ഒക്കെ കൊടുത്തിട്ടുള്ള PR ആണ് ഇതിലൂടെ എല്ലാം കട്ട് ചെയ്തിടാനും. പക്ഷേ ഈ ശൈത്യയ്ക്കും അനുമോൾക്കും ഒരേ PR ആണെങ്കിൽ എങ്ങനെയാണ് ശൈത്യ ഔട്ടായത്? അല്ലെങ്കിൽ അപ്പാനിക്കും അനുമോൾക്കൊക്കെ ഒരേ PR ആണെങ്കിൽ എങ്ങനെ അപ്പാനി ഔട്ടായിട്ട് അനുമോൾ മാത്രം എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു? ഇതാരും പറയാത്ത എന്താ? ഈ അനുമോളുടെ PR അത് ചെയ്തു, അനുമോളുടെ PR ഇത് ചെയ്തു. ബാക്കിയുള്ളവർക്കും PR ഉണ്ട്. PR ഇല്ലാതെ ഒന്നുമല്ല ആരും വന്നേക്കുന്നത്, എല്ലാവർക്കും PR ഉണ്ട്. പക്ഷേ അനുമോൾ എന്താ ഔട്ടാവാതെ നിൽക്കുന്നെങ്കിൽ ഒരു റീസൺ ഉണ്ടാവത്തില്ലേ? പിന്നെ ആ PR-ൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കോംപ്രമൈസ് ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും സ്റ്റിൽ അവർ ഓൺഗോയിങ് അതിനെക്കുറിച്ചുള്ള വർത്തമാനമാണ്. അതിനുശേഷം ഹൊറർ പറയുന്ന കഥ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ശൈത്യയുടെ അമ്മ ഒരു സെറ്റിൽ പോയി അവിടെ എന്തോ ഒരു ഹൊററിൻ്റെ എന്തോ ഒരു കാര്യമൊക്കെ ഉണ്ടായപ്പം അനുമോൾ പറഞ്ഞു, എടി അങ്ങനത്തെ കഥകളൊന്നും ഇവിടെ വന്ന് പറയരുത്, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, നീ ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് സെറ്റാണെന്നും നീ അമ്മ എവിടെയാണ് പോയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. അതുകൊണ്ട് ഇങ്ങനെ സെറ്റിൽ ഹൊറർ ഉണ്ടെന്നൊന്നും ആരോടും പറയരുതെന്നുള്ള രീതിയിലൊക്കെ പറയുവാണ്. ശൈത്യക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം. അനുമോൾ നല്ല കാര്യമാണ് പറഞ്ഞു കൊടുത്തത്, അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി അവിടെ ഹൊററാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമാക്കാരെ അല്ലെങ്കിൽ ഇനി പോകാൻ ആരെങ്കിലും പോകാൻ പഠിക്കത്തില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ആ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കത്തില്ലേ? അങ്ങനത്തെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ വരുന്നതുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ വേണമെങ്കിൽ ശൈത്യയ്ക്ക് അത് ഒഴിവാക്കാം. അതിൻ്റെ പേരിൽ അനുമോളോട് ദേഷ്യം. ശരിക്കും പറഞ്ഞാൽ ശൈത്യയ്ക്ക് അനുമോളോട് മിണ്ടാൻ താല്പര്യമില്ല. അത് ശൈത്യയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഭയങ്കര വിസിബിളാണ്. ഭയങ്കരമായിട്ട് ശൈത്യ അത് എവിഡൻ്റായിട്ട് ശൈത്യ കാണിക്കുന്നുണ്ട്. ശൈത്യയ്ക്ക് അനുമോളോട് ആ സമയത്ത് മിണ്ടാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും അനുമോളുടെ ആ ഒരു ഇതിനകത്തുനിന്ന് പുറത്ത് കടക്കണമെന്ന് മാത്രമേ ശൈത്യയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ശൈത്യ അത് ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ശൈത്യ മുഖത്ത് നോക്കി പറ, അനു എനിക്ക് നിൻ്റെ ആ ഒരു ഇതിനോടൊന്നും തീരെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല, എനിക്ക് നിന്നോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഓക്കെയാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് നീ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യല്ല, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കരുത്, എനിക്ക് എല്ലാവരോടും മിണ്ടണം എന്നുള്ള കാര്യം ശൈത്യ മുഖത്ത് നോക്കി പറയണം. എനിക്ക് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട, പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടാം. അന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല, ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. എനിക്ക് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. ഇല്ല ശൈത്യക്കില്ലായിരുന്നു. അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെങ്കിൽ അന്ന് തന്നെ മാറണമായിരുന്നു. പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ട് ഇമാതിരി പണി കാണിച്ചപ്പോഴാണ് അത് ബാക്ക് സ്റ്റാബ് ആയതും കട്ടപ്പ വിളി വന്നതും. പിന്നെ അതേപോലെ ജിസേൽ ആര്യൻ കിസ്സിങ് സീനിനെ കുറിച്ച് അതും ഈ പറഞ്ഞ പോലെ ഒന്നും അറിയാത്ത ആളെ പോലെ ശൈത്യ അവസാനം കാല് വാരിയതാണ്. മേ ബി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ശൈത്യ പറയുന്നത് ശൈത്യം ഒന്നും കണ്ടിട്ടില്ല, അത് അനുമോൾ പറഞ്ഞുണ്ടാക്കിയതാണെന്ന്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ആര്യൻ 23 വയസ്സേ ഉള്ളൂ. ആ 23 വയസ്സുള്ള ഒരുത്തനോട് എനിക്ക് ക്രഷ് ശരിക്കും തോന്നുമോ? അതൊക്കെ ഞാൻ ചുമ്മാ തമാശയ്ക്ക് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നീ വലിയ സംഭവങ്ങളായിട്ട് ഇവിടെ എല്ലാവരോടും പറഞ്ഞു നടന്നത്. അത് കാരണം എനിക്ക് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ നിന്നോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് അകലം പാലിച്ചത്, അല്ലെങ്കിൽ നീ എന്നോട് അകലം പാലിച്ചു. അപ്പോൾ അത് അറിഞ്ഞിട്ട് ഞാൻ മാറി നടന്നെന്നുള്ള രീതിയിലൊക്കെയാണ് അനുമോൾ ശൈത്യയുടെ അടുത്ത് പറഞ്ഞത്. ഇനി അവർ പറഞ്ഞതെല്ലാം കോംപ്രമൈസ് ആക്കി പാച്ചപ്പ് ആക്കിയിട്ടുണ്ട്. എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം.